പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ എം കെ മനോഹരൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സഹോ കെ എൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വളരെ പ്രയാസമേറിയ അല്ലെങ്കിൽ പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനും, ഇനി മനസ്സിലാക്കിയാൽ തന്നെ അത് ഉൾക്കൊള്ളാനും ഒക്കെ വളരെ പ്രയാസമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. അതായത് കേരളം പ്രത്യക്ഷത്തിന് അപ്പയിൽ പരാമർശിച്ച ചില കാര്യങ്ങളുണ്ട്. ആ നയരേഖയിൽ പരാമർശിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ വിധേയമാക്കുമ്പോൾ നമ്മുടെ സാംസ്കാരിക രംഗം അഭിമുഖീകരിക്കുന്ന വളരെ പ്രയാസമേറിയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ നമുക്ക് തന്നെ ഒരുപക്ഷെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമുള്ള ചില കാര്യങ്ങളെ, കുറച്ച് കൈപ്പേറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ളൊരു വിഷയം ആദ്യമായിട്ട് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ച് അതിൽ ആശയവ്യക്തത കൈവരിച്ചതിന് ശേഷം അതിൻ്റെ തൃണതലങ്ങളിലേക്ക് ആ ആശയം എത്തിക്കാനുള്ള മാർഗം എന്താണ്, അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി നമ്മളുടെ പുരോഗമന കലാസാഹിത്യ സംഘം വാസ്തവത്തിൽ അടുത്ത മാസം ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആദ്യത്തിൽ തിരുവനന്തപുരത്ത് EMS അക്കാഡമിയിൽ വെച്ച് കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ള ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് കേരളത്തിലെ സമുന്നതരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ, അവർ നമ്മളുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല, അല്ലാത്തവരും ഒരുപക്ഷെ അല്ലാത്തവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കണം. അവരുടെ കൂടി അഭിപ്രായങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ സമീപിക്കാം, എങ്ങനെ ഇതിനെ നമുക്ക് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് ഇപ്പോൾ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കണ്ണപുരത്ത് നമ്മൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ വിശദീകരണമൊക്കെ നടത്തി ഒരു ചർച്ച നടത്തി അതിൻ്റെ ഒരു ധാരണ എത്തിയതിന് ശേഷം നടത്താമെന്ന് തീരുമാനിച്ചിട്ടുള്ള ചർച്ച കണ്ണപുരം ആദ്യം തന്നെ എടുത്തു ചർച്ചയ്ക്ക് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോഴും കണ്ണൂർ ജില്ല നമ്മുടെ ഒരു അഭിമാനമുണ്ടല്ലോ, നമ്മൾ മുൻപേ പറക്കുന്ന പക്ഷികളാണ് എന്ന് നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുമ്പേ പറന്നു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് സംസ്ഥാന സമിതി നടത്താൻ പോകുന്ന കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ, സംഭാവന ചെയ്യാനുണ്ടെങ്കിൽ അത് സംഭാവന ചെയ്യാനുള്ളൊരു വേദിയായി കൂടി നമുക്ക് ഈ പരിപാടിയെ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് വാസ്തവത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ള ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ ഒരൊറ്റ വാക്യത്തിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷെ നമുക്ക് ഒരു കാലത്ത് അത്ര പരിചിതമല്ലാത്ത, എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹജഭാവമായി ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉഭയ വ്യക്തിത്വം എന്നുള്ളത്, ആ ഉഭയ വ്യക്തിത്വം ഒരുപക്ഷെ നമ്മളെപ്പോലെ പുരോഗമന സാംസ്കാരിക പ്രവർത്തകന്മാർ എന്ന് അഭിമാനിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു കാര്യമാണെങ്കിലും അങ്ങനെയുള്ളൊരു ഉഭയ വ്യക്തിത്വം നമ്മളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കേണ്ടത് എങ്ങനെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വസ്തുതയിലൂടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ പണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന ഗാന്ധിയൻ വാരാഘോഷം സംഘടിപ്പിക്കേണ്ടത് നല്ല പ്രതികരണമായിരുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ
ഗാന്ധിജിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 2 മുതൽക്ക് ഒരാഴ്ചക്കാലം, ഒരുപക്ഷെ ആ ഒക്ടോബർ മാസം മുഴുവനും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗാന്ധിയൻ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു സന്ദേശവുമായി നമ്മളൊരു വലിയ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം, അതായത് ഗാന്ധി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാശയം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ള ആശയം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള ആശയം. ആ ആശയം മറകൂടാതെ നമുക്ക് ആവർത്തിക്കാൻ കഴിയുമോ? ആ ആശയം ഒരു കുറ്റബോധത്തോടു കൂടി അല്ലാതെ ആർജവത്തോടു കൂടി നമുക്ക് ആവർത്തിക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ള ശീർഷകത്തോടു കൂടി നമ്മൾ നടത്താൻ പോകുന്ന ചർച്ചകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വളച്ചുകെട്ടൊന്നും കൂടാതെ നേരിട്ട് കാര്യം അങ്ങ് പറഞ്ഞേക്കാം. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇതൊരു പക്ഷേ കേരളം ഇത് പ്രത്യക്ഷം തന്നെ ആയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അത് പ്രത്യക്ഷത്തിന് അപ്പുറമുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. ഇത് പ്രത്യക്ഷമായിട്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആചാരബദ്ധമായ ഒരു സമൂഹം, അനുഷ്ഠാനങ്ങളിൽ മുഴുകി നടക്കുന്ന ഒരു സമൂഹം, മതപരമായ വിവേചനവും ഭിന്നിപ്പും കൊണ്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു സമൂഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. അത് പ്രത്യക്ഷം തന്നെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ല. പുറമെ നോക്കുമ്പോൾ എല്ലാം ശാന്തം, എല്ലാം ഗംഭീരം, നമ്മളെല്ലാവരും വളരെ മതേതര സ്വഭാവത്തോടു കൂടിയവർ, സെക്യുലർ, സോഷ്യലിസ്റ്റിക്, എല്ലാ ആശയങ്ങളും. പക്ഷേ അവിടെയുള്ള ആൾക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് തന്നെ കൊണ്ടു നടക്കുമ്പോഴും ജനജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി സംവദിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അവരവരുടേതായ ഒരു രാഷ്ട്രീയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാർ ഗ്രൂപ്പുകൾ അവർ വിചാരിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ കർമ്മം നടത്തിയതിന് ശേഷം, നമുക്കറിയാം ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിൻ്റെ ഗർഭഗൃഹത്തിൽ ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. മറ്റൊരാൾ RSSൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത്താണ്. പിന്നെ മൂന്നാമതൊരാൾ അതിൻ്റെ പൂജാരിയും പൂജാകർമ്മങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിയുക്തനായിട്ടുള്ള ആ മനുഷ്യൻ. ഇവർ 3 പേരേ ഉള്ളൂ ആ ഗർഭഗൃഹത്തിനകത്ത്. വാസ്തവത്തിൽ സംഘപരിവാരം വിചാരിച്ചത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞാൽ അത്യന്തം ആചാരബദ്ധവും അനുഷ്ഠാനപരവും പ്രത്യക്ഷത്തിൽ തന്നെ ആത്മീയവുമായ ഒരു സമൂഹത്തിനകത്ത് അത് വലിയൊരു പ്രതിഫലം നൽകും, അത് തങ്ങളുടെ വരാൻ പോകുന്ന അധികാരമോഹങ്ങൾക്കൊരു വളക്കൂറുള്ള ഒരു മണ്ണുണ്ടാക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്താണ് വാസ്തവത്തിൽ അയോധ്യ അടങ്ങുന്ന പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ എന്താ സംഭവിച്ചത്? ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാര ശക്തികളെ അവിടുത്തെ ജനത തൂത്തെറിഞ്ഞു കളയുകയാണ് ചെയ്തത്. പ്രതീക്ഷകൾ ഘടകവിരുദ്ധമായ രീതിയിൽ അവർക്ക് അതൊരു വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത്, പ്രത്യക്ഷത്തിൽ ആചാരബദ്ധം, അനുഷ്ഠാനപരം, മതപരം എന്നൊക്കെ പറയാവുന്ന ഒരു സമൂഹം, പക്ഷേ യഥാർത്ഥ മനുഷ്യ ജീവിത പ്രശ്നങ്ങളോടടുക്കുമ്പോൾ അവർ ഹൈലി പൊളിറ്റിക്കലായിട്ട് മാറുകയാണ്.
അവർക്കറിയാം അത് ഒരു വലിയ പ്രത്യക്ഷമായ രാഷ്ട്രീയം തന്നെ അവർ പ്രകടിപ്പിക്കും. എന്നാൽ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം നമ്മളുടെ നയരേഖയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം പ്രത്യക്ഷത്തിൽ ഹൈലി പൊളിറ്റിക്കൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ആന്തരികമായി ആ വലിയ അളവിലുള്ള പോളിറ്റിക്സ് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം തൊലിപ്പുറമെ മാത്രം കൊണ്ട് നടക്കുന്ന ഐ ആം പൊളിറ്റിക്കലി വിത്ത് ദ ലെഫ്റ്റ്, ശരി, പക്ഷെ ആന്തരികമായി നിങ്ങൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇപ്പം നേരത്തെ നമ്മളെ തെരഞ്ഞെടുപ്പ് നേരത്തെ സ്വരാജ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് സ്വരാജിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട്, വയനാട്, ചേലക്കര 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ വയനാട് 4 ലക്ഷത്തിൽ ചുല്ലാനും വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചയച്ചത്. പാലക്കാടും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അളവിലുള്ള ഒരു വലിയ വിജയം കോൺഗ്രസിന് കൈവരിക്കാൻ കഴിഞ്ഞു. ചേലക്കര മാത്രമാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വോട്ടെടുപ്പിന് തയ്യാറായത്. അവിടെയും നമുക്കറിയാം, നമുക്ക് ഉത്കണ്ഠകളുണ്ടായിരുന്നു. അവിടെ രമ്യ ഹരിദാസിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു രാഷ്ട്രീയവും പറയാൻ അറിയാത്ത ഒരു സ്ഥാനാർത്ഥി, ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യാനും പാടാനും മാത്രം അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി, ജനങ്ങളോട് സംവദിക്കാൻ, രാഷ്ട്രീയം സംവദിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥി, അതിൻ്റെ കാഴ്ചകളാകെ മാറ്റിമറിച്ചേക്കുമോ എന്നൊരു ഉത്കണ്ഠ വാസ്തവത്തിൽ പത്രങ്ങൾ ഉയർന്ന തോതിൽ പ്രചരിപ്പിക്കേണ്ടത്, വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ടായി. എന്താണ് ചേലക്കര ഈ സംഭവിക്കാൻ പോകുന്നത്? ചേലക്കര കാലുമാറിക്കളയുമോ? ചേലക്കര വിപ്ലവത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ ഗ്രാമീണരായിട്ടുള്ള അവിടുത്തെ സാധാരണ പൗരന്മാർ അവർ വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഏറെക്കുറെ വോട്ട് ചെയ്തത്. പക്ഷേ പാലക്കാട് ഏർബൻ ഏരിയകളിൽ ആ രീതിയിലുള്ള ഒരു പോളിറ്റിക്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. വയനാട്ടിൽ മറ്റൊരു രാഷ്ട്രീയം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എവിടെയാണ് വാസ്തവത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ്, വലിയൊരു ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കേരളീയ സമൂഹത്തിനകത്ത് ഞാൻ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു, പക്ഷേ സാംസ്കാരികമായി ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുകയും ഇടതുപക്ഷ മലയാളത്തിൻ്റെ മനസ്സ് ഒരു വിഭക്ത മനസ്സായി, ആംബിവലന്റ് എന്നൊക്കെ പറയും, ഒരു ഡൈക്കോട്ടമി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഒരു വിഭക്ത മനസ്സ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? പണ്ട് നമ്മളെപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഒരു ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാർട്ടി നമ്മളോട് ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഒരു ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ആ ബൂർഷ്വാ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചില ജീവിത ശൈലികൾ നമ്മളെയും സ്വാധീനിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആ ജീവിത ശൈലികളിൽ നിന്ന് ആകാവുന്നിടത്തോളം മാറി നിൽക്കണം എന്നുള്ള ഒരാഹ്വാനം പണ്ട് പാർട്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, എ കെ ഗോപാലൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള AKGയുടെ ആത്മകഥയുടെ ഒരു ഭാഗത്ത് വളരെ ഭംഗിയായി വിവരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു പാർലമെൻറ്റ് അംഗത്തിന് കിട്ടുന്ന ജീവിത സൗകര്യങ്ങൾ, ആ ജീവിത സൗകര്യങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്? ആ ജീവിത സൗകര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സിനകത്ത് എങ്ങനെ ബൂർഷ്വാ ചാഞ്ചല്യങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് എന്ന കാര്യം AKG അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും പ്രസംഗങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗം അണ്ടലാട്ട് കളക്ട് ചെയ്തിട്ടുള്ള ആ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, ബിരുദധാരിയായിട്ടുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ AKGക്ക് തൻ്റെ തൊഴിലില്ലായ്മയെക്കുറിച്ച് വളരെ വിഷമത്തോടുകൂടി ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് AKG അതേപടി തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ട് AKG പറയുന്നു, സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരൻ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ കാലത്ത്
താൻ AKG അയച്ചിട്ടുള്ള ഈ കത്ത് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കാം അവതരിപ്പിച്ചിട്ടുണ്ടാവുക? അതിന് ഭരണവർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണം എന്തായിരുന്നു? ഇതൊക്കെ ഒരുപക്ഷെ ആ മനുഷ്യൻ താല്പര്യപൂർവ്വം കാത്തിരുന്നിട്ടുണ്ടാകാം. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നം അവതരിപ്പിക്കാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിട്ട് വേണം ഒരു മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ, അത് ഓരോന്നായിട്ട് AKG വിവരിച്ചു പോവുകയാണ്. ഇത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. AKGക്ക് അത് അവതരിപ്പിക്കാൻ, കടമ്പകൾ കടന്നിട്ടായാലും അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ. അത് കേട്ടിരിക്കാൻ AKG സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ തയ്യാറുള്ള ഒരു ഭരണാധികാരി വർഗം, അവരുടെ സ്വഭാവം എന്തു തന്നെയായിരുന്നാലും അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് നടക്കുന്നത്? പാർലമെന്റിന്റെ തന്നെ പുതിയ കെട്ടിടം എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? എന്താണ് ഒരു പാർലമെന്റ് മന്ദിരത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഭരണാധികാരി വർഗം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വർഗത്തിന് എന്താണ് അതിൻ്റെ കാഴ്ചപ്പാട്, എന്താണ്? അതിൻ്റെ ആഭാസങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ നടത്തിയിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ, അവിടെ വന്നെത്തിയിട്ടുള്ള പുരോഹിതന്മാരുടെ തട്ടുടുപ്പും വേഷവിധാനങ്ങളും, അവരുടെ പെരുമാറ്റ ശൈലികൾ, തമിഴ്നാട്ടിലെ ആധീനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെങ്കോലിൻ്റെ പ്രതിഷ്ഠാപനം, ഇങ്ങനെ ആദ്യന്തം ഹിന്ദു വർഗീയതയോട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാക്കി അതിനെ മാറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, നെഹ്റുവും AKGയും ഒക്കെ ഇരുന്ന പാർലമെന്റ് തന്നെയാണോ ഇത് എന്ന് നമ്മൾ ആലോചിക്കും. ഒരുപക്ഷെ നെഹ്റുവും AKGയും ഒക്കെ ഇരുന്ന പാർലമെന്റിനകത്ത് ഇത് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഉള്ളൊരു കുറ്റബോധം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പാർലമെന്റ് മന്ദിരം തന്നെ മാറ്റിപ്പണിത് മറ്റിടത്തേക്ക് പൊയ്ക്കളയെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവുക. കാരണം സ്മരണകൾ ഇരമ്പുന്ന ഒരു പാർലമെന്റിനകത്ത് ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അടിസ്ഥാനപരമായി തന്നെ ഒരു ഹിന്ദു വർഗീയതയുടേതായിട്ടുള്ള അംശം, പണ്ട് രാജേന്ദ്ര പ്രസാദും മറ്റും ഹിന്ദു ആചാര വിശേഷങ്ങളോട് ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നെഹ്റു പറഞ്ഞു, നിങ്ങളൊരു സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഒരു സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റാണ്, മതേതരമായ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്, നിങ്ങളതിന് പോകാൻ പാടില്ല എന്ന് പറയാനുള്ള കരുത്ത് പ്രധാനമന്ത്രിക്കുണ്ടായി. അത് പറയുമ്പോൾ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പോകാതിരിക്കാനുള്ള ഒരു മനോഭാവവും അന്നത്തെ പ്രസിഡന്റ്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ വിഷാദം നമുക്ക് അനുഭവപ്പെടുന്നത് അപരത്വങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു വെമ്പൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം മാത്രം കേരളത്തിലേക്ക് വരാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പം നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള മാതിരിയാണ് നോക്കിക്കണ്ടത്. കാരണം ആത്യന്തികമായി അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരു തരത്തിലും മറ്റൊരു ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അത് ഷെയർ മാർക്കറ്റുകളിൽ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ, ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ ഉണ്ടാക്കിയേക്കാവുന്ന വ്യതിചലനങ്ങൾ, ലോക രാഷ്ട്രീയത്തിൻ്റെ കക്ഷി ബലാബലങ്ങളിൽ ഉണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ചെറിയ തോതിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ചെറിയ തോതിലുള്ള ഒരു മാറ്റം അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിച്ചത് ട്രംപ് വൻ ഭൂരിപക്ഷത്തോടുകൂടി, ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത വലിയ ഭൂരിപക്ഷത്തോടുകൂടി ട്രംപ് വിജയിക്കുന്നതാണ്. എല്ലാ പ്രവിശ്യകളിലും വിജയിക്കുന്നു. അവിടെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. ആ മുദ്രാവാക്യം മാഗ എന്നൊരു മുദ്രാവാക്യമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു മുദ്രാവാക്യം.
അമേരിക്കയെ വീണ്ടും ഒരു ശക്ത രാജ്യമാക്കി മാറ്റുക, ഒരു വലിയ മഹത്തായ രാജ്യമാക്കി മാറ്റുക. ആ വാക്ക് കേൾക്കുമ്പോൾ മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ചില മുദ്രാവാക്യങ്ങൾ ഓർമ്മയിലേക്ക് വരിക സ്വാഭാവികം. ഇന്ത്യ തിളങ്ങുന്നു, മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ BJP മുദ്രാവാക്യങ്ങളാണ്. ഇന്ത്യ തിളങ്ങുന്നു, മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ BJP മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയശ്രീലാളിതനായി നിൽക്കുന്ന ട്രംപ് 2 പേരെയാണ് നേരിട്ട് ആദ്യം അഭിനന്ദിച്ചത്. ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെന്യാമിൻ നെതന്യാഹുവിനെ, മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ. ഇവർ 2 പേരും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരാണ് എന്ന് ട്രംപ് ഓപ്പണായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മോദി ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായിട്ട് മാറുന്നത്? ലോകക്രമത്തിൽ തന്നെ, പുതിയ ബൂർഷ്വാ ക്രമത്തിൽ തന്നെ ഈ രീതിയിലുള്ളൊരു വിഭജനം, അതായത് അപരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടും മതാടിസ്ഥാനത്തിലും മറ്റു രീതിയിലും വിഭാഗീയതകൾ സൃഷ്ടിച്ചുകൊണ്ടും ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഭിന്നിപ്പിലൂടെ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യയിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി, BJP അനുഭാവം പുലർത്തുന്ന എന്നാൽ മോദിയോട് അത്ര വലിയ രസമില്ലാത്ത ഒരു വളരെ വിചിത്ര മനുഷ്യനായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി വലിയ ലീഗൽ ലുമിനറിയാണ്, വലിയ എന്താ പറയുക നിയമവിദഗ്ധനാണ്, ആൾ വളരെ ഗംഭീരനാണ്. സുബ്രഹ്മണ്യം സ്വാമി ഒരു പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ കൊടുക്കുകയാണ്. എന്താ പെറ്റീഷൻ? ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് സോഷ്യലിസ്റ്റിക്, സെക്യുലർ, ഡെമോക്രാറ്റിക് 3 വാക്കുകൾ, വളരെ അതാണല്ലോ അടിസ്ഥാനശീല എന്ന് പറയുന്നത്. ആ പ്രിയാമ്പിളിൽ നിന്ന്, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് സോഷ്യലിസ്റ്റിക് എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും മാറ്റണം. അത് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ച വാക്കുകളല്ല എന്ന് പറഞ്ഞു. അത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ചില പ്രത്യേക ജനവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഭരണഘടനയിൽ തിരികെ കയറ്റിയിട്ടുള്ള വാക്കുകളാണ് എന്ന് സുബ്രഹ്മണ്യ സ്വാമി വാദിക്കുന്നു. വാദത്തിൽ മുഴുവൻ വാദവും കേട്ട് കഴിഞ്ഞിട്ടുള്ള സുപ്രീം കോടതി ഇനിയും പൂർണ്ണമായ വിധി പ്രസ്താവിച്ചിട്ടില്ല. പക്ഷേ വിധി അതിനോട് ബന്ധപ്പെട്ട് കോടതി അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? പ്രിയാമ്പിളിൽ നിന്ന് ഈ 2 വാക്കുകൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ, അതായത് മതേതരം അതേപോലെ സോഷ്യലിസ്റ്റിക്, ഈ 2 വാക്കുകൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് തന്നെ ചോർന്നു പോകുന്നു എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. കോടതി പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പ് തോന്നിയേക്കണമെങ്കിൽ പോലും കോടതി പറഞ്ഞു ഈ 2 വാക്കുകൾ, മതേതരം എന്നുള്ള വാക്ക് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആത്മാവാണ്. അത് 100% നമുക്ക് യോജിക്കാവുന്ന ഒരു കാര്യമാണ്. സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് ഒരു പക്ഷേ പാശ്ചാത്യ സമൂഹങ്ങളിലെ അർത്ഥരീതിക്കനുസരിച്ചല്ല ഇന്ത്യ അത് പ്രയോഗിക്കുന്നത് എങ്കിൽ പോലും സോഷ്യലിസ്റ്റിക് എന്നുള്ള വാക്കിനും ഇന്ത്യയിൽ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് നമ്മുടെ സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നു. വാസ്തവത്തിൽ ഈ 2 വാക്കുകളും വലിയ മഹത്വത്തോടു കൂടി അപ്ഹോൾഡ് ചെയ്യാനാണ് സുപ്രീം കോടതി ശ്രമിച്ചത്. അപ്പം മതേതരം എന്നുള്ള വാക്കിനോട് നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തിനുള്ള വിയോജിപ്പ്, അവർക്കുള്ള അകൽച്ച, അതിനോട് അവർ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത, അതെത്ര വലുതാണ് എന്ന് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ചാൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യം, നമ്മൾ കേരളം പ്രദേശത്തിനപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം നമ്മളിപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സർക്കാർ ജീവനക്കാരും എല്ലാം നടത്തിയ ഒരു വലിയ സമരം,
ആ സമരം നടത്തിയത് അവർക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് പറയാനല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തൊഴിലാനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ സമരമായിരുന്നില്ല. പകരം പെൻഷൻ ഘടനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠയാണ് അവർ ആ സമരത്തിൽ പ്രകടിപ്പിച്ചത്. പെൻഷൻ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരുടെ പെൻഷൻ ഒന്നും ഒരു കുഴപ്പവും കൂടാതെ അവർക്ക് കിട്ടുകയും ചെയ്യും, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അത് അവർക്ക് വാങ്ങുകയും ചെയ്യാം. പക്ഷെ വരും തലമുറയിലേക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ. ഇതായിരുന്നു ആ സമരത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു 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 വാദം എന്ന് പറയാം, അല്ലെങ്കിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് നമ്മളുടെ ടെക്നോ പാർക്കിനകത്ത് ഒരു കൊച്ചുകുട്ടി, ഒരു 15-16 ഒരു 20-22 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ, അതിന് അപ്പുറം പോകാൻ സാധ്യതയില്ലാത്തൊരു കുട്ടി, അവളുടെ സ്കൂട്ടിയിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ഈ പണിമുടക്കിൻ്റെ പ്രചാരണവുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു, ഇന്ന് പണിമുടക്കാണ്, പങ്കെടുക്കരുത്. ആ കുട്ടി ഇവരോട് നിന്ന് വാദിക്കുന്ന ഒരു ദൃശ്യം, ഒരു ബൈറ്റ് ഏഷ്യാനെറ്റ് കാണിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ആ ബൈറ്റിന് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചെറിയ ദൃശ്യാംശമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കുട്ടി പറഞ്ഞത് തൊഴിലെടുക്കാനുള്ളത് എൻ്റെ അവകാശമാണ്, തൊഴിലെടുക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് തൊഴിൽ മുടക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ എനിക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം. അതുകൊണ്ട് ഞാൻ പണിക്ക് കയറുക തന്നെ ചെയ്യും. ശരി, ആ കുട്ടി പറഞ്ഞത് വളരെ 100% ശരിയെന്ന് സമ്മതിച്ചാൽ തന്നെ എന്താണ് ആ കുട്ടിയുടെ തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? 24 മണിക്കൂറിൽ 18 മണിക്കൂറും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ആ കുട്ടിക്കുള്ളത്. അഥവാ എന്തെങ്കിലും ഒരു 4 ദിവസത്തെ ലീവ് ഒന്നിച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തന്നെ പോകുന്ന നേരത്ത് ആ കുട്ടിയോട് തൊഴിലുടമ ചോദിക്കുന്നു, നീ നിന്റെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കയ്യിലെടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 4 ദിവസം വീട്ടിലിരിക്കുമ്പോഴും ഈ ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ അവനവൻ്റെ പണിയെടുക്കാം എന്നുള്ളതിന്. 24 മണിക്കൂറിൽ 18 മണിക്കൂറും ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു യുവതലമുറ തൊഴിലിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പണിമുടക്കുകൾ തെറ്റാണ്, സമരങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. എങ്ങനെയാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, എങ്ങനെയാണ് ഇത്തരം അവകാശങ്ങളൊക്കെ നേടിയെടുത്തത്? എങ്ങനെയാണ് ഒരു കാഷ്വൽ ലീവ് എടുക്കാനുള്ള അവകാശം കിട്ടിയത്? എങ്ങനെയാണ് സമരമുഖങ്ങളിലൂടെ നട്ടലുയർത്തി നിന്ന് കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു തൊഴിലാളി നേടിയെടുത്തത്? അത് സമരങ്ങളുടേതായിട്ടുള്ളൊരു വലിയ ചരിത്രമാണ്. നമുക്കറിയാം കേരളമായി മാറിയത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, പള്ളിക്കൂടങ്ങളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പള്ളിക്കൂടങ്ങളിൽ പഠിച്ചാൽ തന്നെ തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം, മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, വീട് ഓടിടാനുള്ള സ്വാതന്ത്ര്യം, മക്കൾക്കൊരു നല്ല പേര് നൽകണമെങ്കിൽ ആ പേര് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊന്നും വെറുതെ കിട്ടിയതല്ല. ഇതൊക്കെ പോരാടി നേടിയ വിജയങ്ങളാണ് എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഒരു തലമുറയ്ക്ക് നേടിയതെന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. നേടിയതെന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. വളരെ കൃത്യമായും നമ്മളുടെ നാട്ടിൽ നേടിയതെന്താണ് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു പുതിയ സമൂഹം ഉണ്ടാകും. നവോത്ഥാനം എന്താണ് കേരളത്തിന് നേടിക്കൊടുത്തത്? നവോത്ഥാനത്തിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ നേടിക്കൊടുത്തത് എന്നുള്ളത് അവർ മറന്നുപോവുകയാണ് വസ്തുത. ഇതിൽ കുറ്റക്കാരാരാണ്? നമ്മളിപ്പോൾ പാർട്ടിയുടെ 24ാം കോൺഗ്രസ് നടത്താൻ വേണ്ടി പോകുന്നു. അടിസ്ഥാന തലങ്ങളിൽ നിന്ന് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, സംസ്ഥാനം, അങ്ങനെ പാർട്ടി കോൺഗ്രസിലേക്ക് പോകും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സമ്മേളനം.
ഈ സമ്മേളനങ്ങളിൽ നമ്മൾ ഈ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്. വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഉണ്ടായത്, ആ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള നയപരിപാടികൾ എന്താണ്, ആ പാർട്ടി ഒരുപക്ഷെ അതിൻ്റെ 2012 18 പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്ര പ്രമേയത്തിൻ്റെ സ്വഭാവം എന്താണ്, എവിടെയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം, ഒരു പാർട്ടി നയിച്ച സമരമുഖങ്ങളിലെ അതിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം വളരെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഫ്രെഡറിക് ജെയിംസിനെ പോലുള്ള ആൾക്കാർ ചരിത്രവൽക്കരിക്കുക, പിന്നെയും 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 ചരിത്രവൽക്കരിക്കുക എന്ന് പറയാനുള്ള കാരണം ചരിത്രത്തിലാണ് ഒരു ജനതയുടെ വേരുകൾ കിടക്കുന്നത് എന്നതാണ്. ഒരുപക്ഷെ ഭൂതകാലത്തിൽ നിന്ന് മിന്നൽ പിണർ പോലെ കടന്നെത്തുന്ന ഒരു ഓർമ്മയെ അത് പിടിച്ചു വെക്കേണ്ട നിമിഷത്തിൽ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള വേദനയോടുകൂടി ആ മിന്നൽ പിണർ പോലെ ചരിത്രത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിലേക്ക് കടന്നെത്തുന്ന ഭൂതകാല സ്മരണകളെക്കുറിച്ച് വാൾട്ടർ ബെന്യാമിൻ പറയുന്നുണ്ട്. തീർച്ചയായും സ്മരണകൾ ഇരമ്പുന്ന ഒരു ചരിത്രം, ആ ചരിത്രവും നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും എല്ലാം ആണ് കൈവഴികളിലൂടെ കേരളത്തിലെ ജനതയെ നടത്തിച്ചത് എന്ന് നമുക്കറിയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് വെച്ച് എനിക്ക് അറിഞ്ഞൂടാ, KN ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കോഴിക്കോട് ടൗൺ ഹാളിൽ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുക. അപ്പോൾ ആ സമ്മേളനത്തിൽ 2 വലിയ മനുഷ്യർ, ഒന്ന് EMS നമ്പൂതിരിപ്പാട്, മറ്റൊന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, നമ്മളെ മഹാകവി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അവിടെ നിന്ന് ഏതാണ്ട് 3/4 മണിക്കൂറോളം സംസാരിച്ചത് മുഴുവൻ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ, ഞാനിപ്പോൾ നിങ്ങളോടല്ല സംസാരിക്കുന്നത്, ഇങ്ങനെ തിരിഞ്ഞ് EMS ഇരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് വൈലോപ്പിള്ളി മുഴുവൻ സമയം പ്രസംഗിക്കുന്നത്. എന്നിട്ട് EMSനോട് വൈലോപ്പിള്ളി പറഞ്ഞു, അങ്ങ് വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അങ്ങ് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിച്ച ആളാണ്, അങ്ങ് കേരളത്തിൻ്റെ പല പ്രതിസന്ധികളെയും മാറ്റിമറിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അങ്ങ് ഓർക്കണം, അങ്ങ് സമൂഹത്തിൻ്റെ പുരോഗതിയുടെ പാതയിൽ പ്രതിബന്ധമായി നിൽക്കുന്ന പാറക്കല്ലുകൾ ഓരോന്നും നീക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഓർക്കണം, ആ പാറകളുടെ ഉള്ളിൽ പൊടിഞ്ഞു പോയിരിക്കുന്നു. കാരണം ഞങ്ങൾ അതിനു മുമ്പ് അതിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാറയുടെ മേൽ ഞങ്ങളുടെ കയ്യിലെ കൂടം കൊണ്ട് അടി കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളാണ് ലഘൂകരിച്ചത് എന്ന് വൈലോപ്പിള്ളി പറയാം. എന്തൊരു മനോഹരമായ ഒരു വാക്യമാണത്. സമൂഹത്തിൻ്റെ പ്രതിബന്ധങ്ങളുടെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരാള് തങ്ങളുടെ കയ്യിലെ കൂടം കൊണ്ട് വലിയ പാറക്കല്ലുകളുടെ മേൽ ആഞ്ഞടിച്ച് വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവൃത്തി ലഘൂകരിച്ചു കൊടുക്കുന്നു എന്നുള്ളത്, അത് തുറന്ന ചിരിയോടുകൂടി EMS ആ പ്രസംഗം ആസ്വദിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ആലോചിക്കുന്നു, അന്ന് ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ കാലത്ത് ഞങ്ങൾ ചില വാക്കുകളൊക്കെ എപ്പോഴും എടുത്ത് ആവർത്തിച്ച് പ്രയോഗിക്കുന്ന ചില വാക്കുകളുണ്ടായിരുന്നു. ഇവിടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടോ? അതിലൊരു വാക്ക് തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം എന്നുള്ള വാക്കാണ്. ഇന്ന് എവിടെയാണ് നമ്മൾ ആ വാക്ക് കേൾക്കുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഏത് വേദിയിലാണ് തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം എന്ന വാക്ക് മുഴങ്ങുന്നത്? സാഹിത്യത്തിലെ വർഗ സമീപനം എന്നുള്ളൊരു വാക്ക് എവിടെയാണ് ആ വാക്ക് എവിടെയാണ് നമ്മൾ ആ വാക്ക് മുഴക്കുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രം എന്ന് നമ്മൾ പറയുമ്പോൾ അന്ന് ചോദിച്ചൊരു വലിയ ചോദ്യമുണ്ട്, തൊഴിലാളി വർഗത്തിന് അങ്ങനെ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ടോ?
പണ്ട് കുട്ടികൃഷ്ണമാരാർ കന്നിക്കൊയ്ത്തിൻ്റെ അവതാരികയിൽ ചോദിച്ചു, മാമ്പഴം എന്ന് പറയുന്ന കവിതയിൽ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ അത് തൊഴിലാളിയാണോ മുതലാളിയാണോ എന്നറിയേണ്ട വല്ല കാര്യമുണ്ടോ ആ സ്ത്രീ? അതിന് മറുപടി പറഞ്ഞത് അന്നത്തെ പുരോഗമന സാഹിത്യകാരന്മാരല്ല, മറിച്ച് കുട്ടികൃഷ്ണമാരാരുടെ ഒപ്പം തന്നെ നടക്കുന്ന എടശ്ശേരിയാണ്. എടശ്ശേരി പോലെ വേണം, തൊഴിലാളിയാണോ മുതലാളിയാണോ എന്ന് അറിയണം, അറിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് പണിമുടക്കം എന്നുള്ള കവിത എടശ്ശേരി എഴുതുന്നത്. ആ കവിതയിൽ രണ്ടമ്മമാരുണ്ട്. ഒരമ്മ തുണിനെയ്യും മില്ലിൽ പണിമുടക്കം, ആ പണിമുടക്കത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ 10 മക്കളും ദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുന്നു. 10ാമത്തെ കുഞ്ഞിനെയും കുഴിവെട്ടി മൂടിയിട്ട് ആ കുഴിയുടെ മേൽ തൂമ്പ അമർത്തി വെച്ചുകൊണ്ട് ആ തൊഴിലാളി സ്ത്രീ പറയുന്നുണ്ട്, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് മുതലാളിയുടെ ഭാര്യയുണ്ട്. മുതലാളിയുടെ ഭാര്യയ്ക്ക് മക്കളില്ല, അനവധി ദുഃഖം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് മക്കളുണ്ടാകാൻ വേണ്ടി ഒരു വലിയ യാഗം നടത്തുന്നു. ആ യാഗത്തിൽ ഉണ്ടാകുന്ന പായസം ഈ തൊഴിലാളികൾ കുട്ടികൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ എടശ്ശേരി പറയാതെ പറയുന്ന, അല്ലെങ്കിൽ ചോദിക്കാതെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഏതമ്മയുടെ ദുഃഖമാണ് വലുത് എന്നറിയാൻ നിങ്ങളെ അമ്മ മുതലാളിയാണോ തൊഴിലാളിയാണോ എന്ന് അറിഞ്ഞേ പറ്റൂ. ഇവിടെയാണ് നമ്മൾ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ കാലത്ത് നിന്ന് നമ്മൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാകുന്നത്. അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നമ്മൾക്ക് അടിയുറപ്പുണ്ടാക്കേണ്ട ഒരാവശ്യം ഉണ്ടാകുക. ആ അടിയുറപ്പ് ഉണ്ടാകാതെ പോകുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമുക്കിപ്പോൾ ചില ചാഞ്ചല്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കേരളം കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിൽ മിക്കവാറും എല്ലാ മുദ്രാവാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നാരായണ ഗുരുസ്വാമികളാണ്. ഒരു ജാതി ഒരു ദൈവം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യാണാം മനുഷ്യത്വം. ഈ മുദ്രാവാക്യങ്ങളൊക്കെ കേരളത്തിന് തന്നത് നാരായണ ഗുരുവാണ്. ആ മുദ്രാവാക്യങ്ങളിലൊക്കെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതെന്താണ്? മനുഷ്യൻ എന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ മുദ്രാവാക്യം മലയാളത്തിന് പകർന്നു. അവിടെ മനുഷ്യരിൽ വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ സർവമത സിദ്ധാന്തം പല മതസാരവും ഏകം എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ഡെമോക്രറ്റിക് ആയിട്ടുള്ള മുദ്രാവാക്യം ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മുമ്പിൽ സഹോദരനയ്യപ്പനോട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ്. സർവമത സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങളിതിന് മുമ്പിൽ ഒരു വലിയ മുദ്രാവാക്യം എഴുതി വെക്കണം. നമുക്കെല്ലാം പരിചിതമാണ് ഇപ്പോൾ ആ മുദ്രാവാക്യം. പക്ഷെ ആ മുദ്രാവാക്യം നമുക്ക് പരിചിതമാണെങ്കിൽ നമുക്ക് ആ മുദ്രാവാക്യം പരിചിതമല്ല. എന്താ മുദ്രാവാക്യം? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന മുദ്രാവാക്യത്തോളം ഡെമോക്രാറ്റിക് ആയിട്ടൊരു മുദ്രാവാക്യം വേറെ എന്താ ഉള്ളൂ? ഇതാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മുന്നോട്ട് കൊണ്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളം ഉയർത്തിയ ഏറ്റവും സമ്പന്നമായ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കേരളത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നയരേഖ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നുള്ള ഒരു ഭാഗം ആ നയരേഖയിൽ ചേർത്തിട്ടുള്ളത്. ഞാൻ ആ നയരേഖയുടെ ഒരു ഭാഗം, കുറച്ച് ഭാഗം മാത്രം വായിക്കാം. ഞാൻ ആ നയരേഖയുടെ മുഴുവൻ ഭാഗമൊന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയൊരു ഭാഗം മാത്രം വായിക്കാം. സാങ്കേതികവും സാമ്പത്തികവുമായ തലങ്ങളിൽ കൈവരിച്ച ഈ ആധുനികവൽക്കരണം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? അതാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു വലിയ ചോദ്യം.
മേൽപ്പറഞ്ഞ ആധുനിക മാനങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന അതിപ്രബലമായ ഘടകങ്ങൾ കേരളത്തിൽ നമുക്ക് കാണാനാകും. ആ അതിപ്രധാനമായ ഘടകങ്ങളെക്കുറിച്ച് മെൻഷനിങ് മാത്രമേ അവിടെ ഉള്ളൂ. എന്താ പറയുന്നത്? മതവർഗീയത, മാരകമായ ജാതി മേധാവിത്വ ബോധം, ആചാരപരത, സാമൂഹ്യ വിരുദ്ധമായ വ്യക്തിവാദം, ഭീമാകാരമായ ഉപദേശഭ്രാന്ത്, ആഡംബരക്രമം, സ്ത്രീവിരുദ്ധത, സംവരണ സാമൂഹ്യ നീതികളോടുള്ള വിരോധം, സ്ഥാപന സംവിധാനങ്ങൾക്കുള്ളിലെ ജനാധിപത്യ വിരുദ്ധത, വിജ്ഞാനത്തിൻ്റെ ഉപകരണവൽക്കരണം, അനാശാസ്യവും അശ്ലീലത്തോളം എത്തിച്ചേരുന്നതുമായിട്ടുള്ള മാധ്യമ മത്സരങ്ങൾ, പൊതുവായി പടർന്നു പിടിക്കുന്ന അരാഷ്ട്രീയത, സംവാദാത്മകതയുടെ അഭാവം, ബൗദ്ധിക വിരോധം എന്നിങ്ങനെ അങ്ങേ അറ്റം കുടിലമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം ജീവിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അംഗീകരിച്ച നയരേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഇത്രയും കുടിലമായ കുൽസിതമായ മനോഭാവങ്ങൾ എവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത് എന്നാലോചിക്കുമ്പോൾ അത് രൂപം കൊള്ളുന്ന ഉറവിടം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ വീട്ടകങ്ങളിലാണ് എന്നും വന്നു ചേരുന്നത്. ഇതാണ് നയരേഖ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ പരിഷ്കരണം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ ഡൈക്കോട്ടമി, നമ്മളുടെ ഈ ഉഭയ വ്യക്തിത്വം, നമ്മൾ കാണിക്കുന്ന ഈ ആംബിവലൻസ്, ഇവിടെ പരിഷ്കരണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടതായിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഈ നയരേഖ നൽകുന്ന ഉത്തരം വീട്ടകങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം പറയുന്നത് വീട്ടുമുറ്റ സദസ്സുകൾ, യൂണിറ്റുകളാണ് ഇതിൻ്റെ ഏറ്റവും ശക്തമായ ഘടകം എന്ന് പറയുന്നത്. വീട്ടുമുറ്റ സദസ്സുകളിൽ നിന്നാണ് നമ്മുടെ പരിഷ്കരണം ആരംഭിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്കൊരു വിമർശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നേരെ, നമ്മൾ പറയാറില്ല, മറ്റുള്ളവരുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ നമ്മളുടെ നേർക്ക് വരെ ചൂണ്ടിപ്പോകുന്നു എന്ന് നമ്മൾ പറയില്ലേ. വിമർശനത്തിൻ്റെ ചൂണ്ടുവിരലുകൾ ഉയർത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ചൂണ്ടുവിരലിന് തിരിഞ്ഞു വരുന്ന മറ്റ് വിരലുകളെ അഭിമുഖീകരിക്കുക എന്നുള്ളതുകൂടി വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യവും ആണ്. അപ്പോൾ വീട്ടകങ്ങളിൽ നടക്കുന്ന ഈ മാതിരിയുള്ള സംസ്കാര വിരുദ്ധമായ കാര്യങ്ങൾ, പണ്ട് പറയും പരിഷ്കാരവും സംസ്കാരവും തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കും. ഭൗതിക ജീവിതങ്ങളുടെ ആകെത്തുകയാണ് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നെഹ്റുവിനേക്കാൾ എത്രയോ പരിഷ്കാരിയാണ് നരേന്ദ്രമോദി. കാരണം നെഹ്റുവിന് സഞ്ചരിക്കാൻ ചെറിയ ഡക്കോട്ട വിമാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നരേന്ദ്രമോദിക്ക് സഞ്ചരിക്കാൻ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വിമാനമുണ്ട്. നരേന്ദ്രമോദിക്ക് ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഇൻസ്റ്റഗ്രാം പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നരേന്ദ്രമോദി നെഹ്റുവിനേക്കാൾ പരിഷ്കാരിയാണ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി നെഹ്റുവിനേക്കാൾ സംസ്കാരമുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും സാധ്യമല്ല. കാരണം പരിഷ്കാരവും സംസ്കാരവും വളരെ വ്യത്യസ്തമാണ്. പരിഷ്കാരം കൂടി വരുന്നതിനൊപ്പം സംസ്കാരം കൂടി വരുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സംസ്കാരത്തിൻ്റെ ഇൻഡിസസ്, സംസ്കാരത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് കേവലം 6 വരിപ്പാതകളോ അമ്പലചുണ്ടികളായിട്ടുള്ള കെട്ടിടങ്ങളോ വികസനത്തിൻ്റെ അടയാളങ്ങളായി ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പല കാര്യങ്ങളോ അല്ല. പകരം ആ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ അളവെന്താണ്, ശിശുമരണ നിരക്ക് എങ്ങനെയാണ്, കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സംസ്കാരത്തിൻ്റെ ഇൻഡിസസ് ആയിട്ട്, സംസ്കാരത്തിൻ്റെ സൂചകങ്ങളായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ട് വരും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കേരളത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. വളരെ വലിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരു പക്ഷേ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്ക് മാത്രമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല ഇത്.
കേരളത്തിൽ ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറയുന്ന ആളാരാ ഉള്ളത്? ആരുമില്ല. അധ്യാപകരുണ്ട്, ബാങ്ക് ജീവനക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്. സാംസ്കാരിക പ്രവർത്തകൻ ആരാണ്? ഇവരൊക്കെ സാംസ്കാരിക പ്രവർത്തകരാണ്. അതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു വിഭാഗം ചെയ്യുന്ന കാര്യമല്ല. പുരോഗമന കലാസാഹിത്യ സംഘം മാത്രമായിട്ട് ഈ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയോ ചുമതലയേൽക്കുകയോ ചെയ്യുന്നില്ല. ഇത് ചെയ്യേണ്ടത് ഈ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ ജനങ്ങളും ചേർന്നാണ്. ഒരുപക്ഷെ നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യം അങ്ങനെ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ അതിന് നേതൃത്വപരമായ പങ്ക് നമ്മളാലാവും ഇത് നിർവഹിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വേറെ കാര്യങ്ങളാണ്. സംസ്കാരം എന്നുള്ള വാക്കിന് സിനിമ, സാഹിത്യം ഇതുപോലെയുള്ള സൗന്ദര്യ ശാസ്ത്രപരമായിട്ടൊരു മുഖമുണ്ട്. പക്ഷെ സൗന്ദര്യശാസ്ത്രപരമായ ആ മുഖത്തിനപ്പുറം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാധ്യമങ്ങൾ, ചരിത്രം, സംസ്കാരം ഇന്ന് ആശ്ലേഷിക്കുന്ന മേഖലകൾ വളരെ വളരെ വിപുലമാണ്. ഈ വിപുലമായ മേഖലകളെ മുഴുവൻ ആഗിരണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് നേതൃത്വം നൽകാനുള്ള ചുമതലയാണ് വാസ്തവത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. നമ്മൾ വേറെ പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ ഒരു സമാന്തര ധാരയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഈ ചോദ്യമാണ് വാസ്തവത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന ഇവിടുത്തെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലും എന്ന പോലെ ഇത് പ്രത്യക്ഷമായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ വരുന്നില്ലല്ലോ. ഇത് ഉള്ളിലൊതുക്കുകയും പുറമേക്ക് മറ്റൊന്നും ഭാവിക്കുകയും ചെയ്യുന്ന ദ്വിമുഖതയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അത് അടിമുടി നമ്മൾ ഡോണിയറൊക്കെ പറയുന്ന പോലെ ഒരു മൃദു ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ മൃദു ഇസ്ലാമിസത്തിൻ്റെ ഒരു അംശം എങ്ങനെയാണ് ഉള്ളിലേക്ക് വരുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആചാരങ്ങൾ കടന്നു വരുന്നത്, അനുഷ്ഠാനങ്ങൾ കടന്നു വരുന്നത്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ ഞങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാനും മനോഹരനൊക്കെ ഞങ്ങൾ 2-3 ദിവസം അവിടെ പങ്കെടുക്കണ്ടായി ആ തെരഞ്ഞെടുപ്പിനകത്ത്. അപ്പോൾ അവിടെ മനോഹരൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ യുനെസ്കോയുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു നാടകമുണ്ട്, കണ്ടാമൃഗം എന്നുള്ള പേരിൽ, ദ റിനോസറസ് എന്ന് പറയുന്ന നാടകം. ആ നാടകത്തിനകത്ത് മെല്ലെ മെല്ലെ ആൾക്കാരൊക്കെ ഒറ്റക്കൊമ്പ് മുളച്ച് കണ്ടാമൃഗങ്ങളായി മാറുകയാണ്. അങ്ങനെ കണ്ടാമൃഗങ്ങളായിട്ട് ഓരോരുത്തരും മാറുന്നു. 2 ചെറുപ്പക്കാർ, ഐവാൻ അതുപോലെ തന്നെ ബെറിംഗർ, 2 പേരും ഒരു ഐവാനല്ല ഷാൻ ബെറിംഗർ, 2 കഥാപാത്രങ്ങൾ ഒരു ചെറിയ മദ്യശാലയിൽ ഇരുന്നുകൊണ്ട് മദ്യപിക്കുമ്പോൾ പെട്ടെന്ന് ആ മദ്യശാലയുടെ പുറത്തു കൂടി ഒരു കൂറ്റൻ കണ്ടാമൃഗം ഓടിപ്പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടാമൃഗങ്ങളുടെ എണ്ണം പെരുകി വരുന്നു. ഓരോരുത്തരും ചെറുതായി കണ്ടാമൃഗങ്ങളായിട്ട് മാറുന്നു. എല്ലാവർക്കും നെറ്റിയിൽ ഒരു കൊമ്പ് മുളയ്ക്കുന്നുണ്ടോ എന്ന് ഉത്കണ്ഠ ഉണ്ടാകുന്നു. ഒടുവിൽ ബെറിംഗർ മാത്രം പറയുന്നു, അയാൾ അരവട്ടാണ്, ഒരു മുഴു കുടിയനാണ്, അരവട്ടനാണ്, അങ്ങനെ ഒരു കഥാപാത്രമാണ് ഈ ബെറിംഗർ. ഒരു പക്ഷേ യുനെസ്കോവിൻ്റെ ആത്മാംശം ആ കഥാപാത്രത്തിലാണ് യുനെസ്കോ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. ബെറിംഗർ പറയുന്നു, ഞാൻ മനുഷ്യനായി തന്നെ തുടരും, ഞാൻ കണ്ടാമൃഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മനുഷ്യനായി തന്നെ തുടരും. ഒരുപക്ഷെ യുനെസ്കോവിൻ്റെ നാടകം എത്രയോ മുൻപ് എഴുതപ്പെട്ട നാടകം. ആ നാടകത്തിൻ്റെ അവസാനത്തിൽ ബെറിംഗർ പറയുന്ന പോലെ ഞാൻ മനുഷ്യനായി തുടരും എന്ന് പറയാനുള്ള ആർജവമാണ് വാസ്തവത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ കേരളത്തിലെ സാമാന്യ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിനെക്കുള്ള ചർച്ചകളായി തീരട്ടെ നമ്മുടെ ഈ ചർച്ചകളിൽ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.